ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിപ്പ് PSC യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും പഠിച്ചിരിക്കേണ്ട ഹോട്ട് ടോപ്പിക്സ് 75 ഹോട്ട് ടോപ്പിക്സിൻ്റെ 19ാമത്തെ ക്ലാസ്സിൻ്റെ ബാലൻസ് പാർട്ടാണ്. അപ്പോൾ മൊത്തമായിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. നമുക്ക് ഇതിൻ്റെ ബാലൻസ് ഉള്ള പാർട്ട് നമ്മൾ വീഡിയോൻ്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. എല്ലാവരും ഒന്ന് പോയി കാണാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ ഭയങ്കര ടഫായിട്ടുള്ള ഒരു ഏരിയ ആണിത്. മാക്സിമം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് ഓരോന്നും സെറ്റായി തന്നെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത്. ഇതിന് ശേഷം ടെലഗ്രാമിൽ 9 മണിക്ക് നമ്മൾ ക്വസ്റ്റ്യൻ പോളും ഉണ്ടാകും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഉൾപ്പെടെ. അപ്പോൾ ടെലഗ്രാമിൽ ജോയിൻ ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ടെലഗ്രാമിൽ കൂടി ഒന്ന് ജോയിൻ ചെയ്യുക. വൺ ക്ലിപ്പ് PSC എന്ന് നിങ്ങൾ ക്യാപിറ്റൽ ലെറ്ററിൽ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. നമ്മുടെ യൂട്യൂബിൻ്റെ തന്നെ സെയിം എംബ്ലം തന്നെയാണത്. അപ്പോൾ കൂടുതലൊന്നും പറയുന്നില്ല, നേരെ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. UN അന്താരാഷ്ട്ര സംഘടനകളിൽ ആദ്യത്തെയാണ് കോമൺവെൽത്ത്. അതായത് ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് എന്തെന്ന് പറയുന്നത്, കോമൺവെൽത്ത് എന്ന് പറയുന്നത്. ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് കോമൺവെൽത്ത്. കോമൺവെൽത്ത് എന്ന സംഘടന നിലവിൽ വന്ന വർഷം എന്നാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1931 ഡിസംബർ 11 കോമൺവെൽത്ത് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നത്. ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്ന പുനർനാമകരണം ചെയ്ത വർഷം 1949. അപ്പോൾ ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്ന പേരിലാണ് അറിയപ്പെട്ടത്. പിന്നീടാണ് എന്തായി മാറിയത്, കോമൺവെൽത്ത് എന്ന് പുനർനാമകരണം ചെയ്തത്. അത് 1949. 1949 കോമൺവെൽത്തിന്റെ ഔദ്യോഗിക ഭാഷ എന്ന് പറയുന്നത് ഏതാണ്, ഇംഗ്ലീഷാണ്. അപ്പോൾ കോമൺവെൽത്തിന്റെ ഔദ്യോഗിക ഭാഷ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഉത്തരം ഏതാണ്, ഇംഗ്ലീഷാണ്. കോമൺവെൽത്തിൽ നിന്നും ആദ്യമായി പുറത്തായ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് നൈജീരിയ ആണ്. ഓക്കെ, അപ്പോൾ കോമൺവെൽത്തിൽ നിന്നും ആദ്യമായി പുറത്തായ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് നൈജീരിയ ആണ്. ഓക്കെ, ഇനി കോമൺവെൽത്ത് ദിനമായി ആചരിക്കുന്നത് മാർച്ചിലെ 2ാമത്തെ തിങ്കളാഴ്ചയാണ് കോമൺവെൽത്ത് ദിനമായിട്ട് ആചരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോമൺവെൽത്തുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഞാനൊന്നുകൂടി പറയാം. ബ്രിട്ടന്റെ കോളനി ആയിരുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് കോമൺവെൽത്ത് എന്ന് പറയുന്നത്. കോമൺവെൽത്ത് എന്ന സംഘടനയുടെ രൂപീകരണത്തിന് കാരണമായ സമ്മേളനം ചോദിച്ചാൽ 1926 ഇമ്പീരിയൽ സമ്മേളനമാണ്. വേണമെങ്കിൽ പഠിച്ചു വച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. കോമൺവെൽത്ത് എന്ന സംഘടന നിലവിൽ വന്ന വർഷം 1931 ഡിസംബർ 11. ഡിസംബർ 11 നിലവിൽ വന്നത്. ബ്രിട്ടീഷ് കോമൺവെൽത്ത് എന്ന പേരിൽ വന്നത് കോമൺവെൽത്ത് എന്ന പുനർനാമകരണം ചെയ്ത വർഷമാണ് 1949. കോമൺവെൽത്ത് രൂപീകരണത്തിന് കാരണമായ പ്രഖ്യാപനമാണ് ബാൽഫോർ പ്രഖ്യാപനം എന്ന് പറയുന്നത്. 1926 ബാൽഫോർ പ്രഖ്യാപനം. കോമൺവെൽത്ത് സെക്രട്ടേറിയറ്റ് സ്ഥാപിതമായത് 1965. കോമൺവെൽത്തിൽ നിന്നും ആദ്യമായി പുറത്താക്കിയ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് നൈജീരിയ ആണ്. കോമൺവെൽത്ത് ദിനം എന്നാന്ന് ചോദിച്ചാൽ മാർച്ചിലെ 2ാമത്തെ തിങ്കളാഴ്ച. അതേപോലെ തന്നെ കോമൺവെൽത്ത് സംഘടനയുടെ പ്രതീകാത്മക തലവൻ ആരാന്ന് ചോദിച്ചാൽ ബ്രിട്ടീഷ് രാജ്ഞി ഓർ രാജാവാണ്. ഓക്കെ, കോമൺവെൽത്തിന്റെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ ആണ് അർണോൾഡ് സ്മിത്ത്. കാനഡക്കാരനായിട്ടുള്ള അർണോൾഡ് സ്മിത്ത് ആണ് കോമൺവെൽത്ത് സംഘടനയുടെ ആദ്യത്തെ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ കോമൺവെൽത്ത് സെക്രട്ടറി ജനറൽ ആകുന്ന ആദ്യ ഇന്ത്യക്കാരനാണ് കമലേഷ് ശർമ്മ. 2008 to 2016 ആയിരുന്നു ആ ഒരു കാലം എന്ന് പറയുന്നത്. കോമൺവെൽത്തിന്റെ നിലവിലെ സെക്രട്ടറി ജനറൽ ആരാന്ന് ചോദിച്ചാൽ ഡൊമിനിക്കക്കാരനായുള്ള പെട്രീഷ്യ സ്കോട്ട്ലൻഡ് ആണ്. വെസ്റ്റ് മിനിസ്റ്റർ ഉടമ്പടി പ്രകാരം നിലവിൽ വന്ന സംഘടനയാണ് ഈ പറയുന്ന കോമൺവെൽത്ത് എന്ന് പറയുന്നത്. കോമൺവെൽത്ത് രാഷ്ട്രതലവന്മാരുടെ മീറ്റിംഗ് ആണ് ചോഗം. അതായത് കോമൺവെൽത്ത് ഹെഡ് ഓഫ് ഗവൺമെന്റ് മീറ്റിംഗ് എന്നതാണ് അതിന്റെ ഷോർട്ട് ഫോം ആയിട്ടുള്ള ചോഗം എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ കോമൺവെൽത്തിൽ നിന്നും ആദ്യമായി പുറത്താക്കിയ രാജ്യമാണ് ഫിജി എന്ന് പറയുന്നത്. അതേപോലെ ചോഗം സമ്മേളനത്തിന് വേദിയായ ആദ്യ രാജ്യമാണ് സിംഗപ്പൂര്. അതെന്നാ ചോദിച്ചാൽ 1971. ഓക്കെ, അപ്പോൾ അഡീഷണൽ പോയിന്റ്സ് ഇത്രയാണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഉറപ്പായിട്ടും UN അന്താരാഷ്ട്ര സംഘടനയായിട്ടുള്ള കോമൺവെൽത്തിനെ കുറിച്ച് പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്തതാണ് സാർക്ക് എന്ന് പറയുന്നത്. നമ്മൾ ഒത്തിരി തവണ പഠിച്ചേക്കുന്നതാണ് സാർക്കിന്റെ സമ്മേളനം, സാർക്കിന്റെ ആദ്യ സമ്മേളനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിരന്തരമായി PSC എക്സാമുകളിൽ ചോദ്യങ്ങൾ സാർക്കുമായി ബന്ധപ്പെട്ട് വരാറുണ്ട്. ഓക്കെ, അപ്പോൾ സാർക്ക് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച വ്യക്തി ആരാന്ന് ചോദിച്ചാൽ അതാണ് സിയാ ഉൾ റഹ്മാൻ ആണ്. സിയാ ഉൾ റഹ്മാൻ ആണ് സാർക്ക് എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വച്ച വ്യക്തി ആരാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരമാണ് സിയാ ഉൾ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിയാണ്
ആദ്യമായി മുന്നോട്ട് വച്ചത്. എന്താണ് ഈ സാർക്ക് എന്ന് പറയുന്നത്? സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോ ഓപ്പറേഷൻ എന്നതാണ് സാർക്ക് എന്നതിൻ്റെ മുഴുവൻ പേരെന്ന് പറയുന്നത്. ഓക്കെ, ഇനി സാർക്ക് എന്ന സംഘടന നിലവിൽ വന്നത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്നാണ്? 1985 ഡിസംബർ 8 സാർക്ക് എന്ന് പറയുന്ന സംഘടന നിലവിൽ വന്നത്. തുടക്കത്തിൽ 7 രാജ്യമായിരുന്നു ഇതിൻ്റെ അകത്ത് ഉണ്ടായിരുന്നത്. അതായത് 2007 എന്താണ്, അഫ്ഗാനിസ്ഥാൻ അംഗമായതോടെയാണ് അംഗങ്ങളുടെ എണ്ണം എന്ന് പറയുന്നത് 8 മാറിയത്. അപ്പോൾ അതുവരെ എന്തായിരുന്നു? ഈ പറയുന്ന 7 പേരായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് അത് എത്രയായി മാറി? 8 പേരായിട്ട് മാറുകയാണ്. അങ്ങനെയാണ് എന്തായി മാറിയത്? സാർക്ക് എന്ന് പറയുന്ന ഈ പറയുന്നത് നിലവിൽ വന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ സാർക്കിലെ അംഗങ്ങൾ നമുക്കറിയാം. ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മാലിദ്വീപ് എന്നിവയാണ് സാർക്കിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്. സാർക്കിന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷം എന്നാണ് എന്ന് ചോദിച്ചാൽ 1985 സാർക്കിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദി ഏതാണ്? PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇനിയും ചോദിക്കാം ഈ ഒരു ചോദ്യം എന്ന് പറയുന്നത് ബേസ് ആണ്. അതുകൊണ്ടാണ് സാർക്കിന്റെ ആദ്യ സമ്മേളനത്തിന്റെ വേദി എന്ന് പറയുന്നത് ധാക്കയാണ്. അതേപോലെ സാർക്കിന്റെ സ്ഥിരം ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ കാഠ്മണ്ഡു, നേപ്പാൾ ആണ് സ്ഥിരം ആസ്ഥാനം. സാർക്കിന്റെ അംഗങ്ങളാണ് ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, മാലിദ്വീപ് എന്ന് പറയുന്നത്. ഓക്കെ, എപ്പോഴും ചോദിക്കാം സാർക്കിൽ താഴെ പറയുന്ന രാജ്യങ്ങളിൽ സാർക്കിൽ അംഗരാജ്യമല്ലാത്തതേത്, അല്ലെങ്കിൽ അംഗമായത് മാത്രം തിരഞ്ഞെടുക്കുക എന്നൊക്കെ ചോദിച്ച് PSC വരാറുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഉറപ്പായിട്ടും നമ്മൾ പഠിച്ചു വച്ചേക്കാം. ഇന്ത്യയിൽ ആദ്യമായി സാർക്ക് സമ്മേളനം നടന്നത് 1986 ബാംഗ്ലൂരിൽ വെച്ചാണ്. തെക്കനേഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക സാമൂഹ്യ പുരോഗതിയാണ് ഈ സംഘടനയുടെ ലക്ഷ്യമെന്ന് പറയുന്നത്. സാർക്കിലെ ഏറ്റവും വലിയ രാജ്യം നമ്മുടെ ഇന്ത്യ തന്നെയാണ്. 2018 സാർക്കിന്റെ സാംസ്കാരിക തലസ്ഥാനം തിരഞ്ഞെടുത്തത് തിബു എന്ന് പറയുന്ന സ്ഥലമാണ്. തിബു നമുക്കറിയാം ഭൂട്ടാനിലാണ് സ്ഥിതി ചെയ്യുന്നത്, തിബു എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വയ്ക്കുക. അപ്പോൾ സാർക്ക് എന്ന് പറയുമ്പോൾ തന്നെ ആദ്യം നമുക്ക് ഓർമ്മ വരേണ്ടത് സൗത്ത് ഏഷ്യൻ അസോസിയേഷൻ ഫോർ റീജിയണൽ കോപ്പറേഷൻ എന്നതാണ് ഓർമ്മ വരുന്നത്. അതേപോലെ 8 രാജ്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത് എന്നുള്ളത് ആദ്യം തന്നെ ഓർക്കുക. അതിൻ്റെ അകത്തെ രാജ്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? ഇന്ത്യ, ബംഗ്ലാദേശ്, ശ്രീലങ്ക, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ, അതേപോലെ തന്നെ മാലിദ്വീപ് എന്ന് പറയുന്നത്. നമ്മളിതിൻ്റെ കോഡൊക്കെ പഠിച്ചാണ്. പനി വന്നാൽ MBBS ഡോക്ടറെ കാണണം എന്നുള്ള കോഡൊക്കെ ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ച് വളരെ വ്യക്തമായി പഠിച്ചു പോയതാണ്. നമ്മുടെ കോഴ്സിന് വേണ്ടിയിട്ട് തന്നെ പ്രത്യേക ഒരു സെഷൻ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ നിങ്ങളൊന്ന് പോയി കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് നിങ്ങൾക്ക് മനസ്സിലാവും ഏതൊക്കെയാണെന്നുള്ളതൊക്കെ. ഓക്കെ, ഇനി നമുക്ക് നേരെ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാം. ആസിയാൻ. എന്താണ് ആസിയാൻ? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ആസിയാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ എന്നതാണ് ആസിയാന്റെ ഫുൾ ഫോം. നിലവിൽ വന്നത് 1967 ഓഗസ്റ്റ് 8 ആസിയാൻ നിലവിൽ വന്നത്. ഓക്കെ, ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ആസ്ഥാനം എവിടെയാണ്? ജക്കാർത്തയാണ്, ജക്കാർത്ത. ഓക്കെ, ഇന്തോനേഷ്യയിലെ ജക്കാർത്തയാണ്. ഇനി എത്ര പേരാണ് ഇതിൻ്റെ അകത്തെ അംഗസംഖ്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മൊത്തം 10 പേരാണ് ഇതിൻ്റെ അകത്ത് അംഗങ്ങളായിട്ടുള്ളത്. ആസിയാനിലെ അംഗങ്ങളായിട്ടുള്ളത് 10 രാജ്യങ്ങളാണ്. ഏതൊക്കെയാണ് ആസിയാനിലെ അംഗങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, അതേപോലെ തന്നെ ബ്രൂണൈ, മ്യാൻമാർ, കംബോഡിയ, ലവോസിയ, വിയറ്റ്നാം. ഇത്രയും രാജ്യങ്ങളാണ്. ഏകദേശം 10 രാജ്യങ്ങൾ. 10 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് ആസിയാൻ. 8 രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് സാർക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ രണ്ടും ഓർത്തു വച്ചോ. 8 രാജ്യങ്ങളിൽ സാർക്ക് വന്നു, 10 രാജ്യങ്ങൾ ആസിയാൻ വന്നു. ഓക്കെ, ഇനി ആസിയാൻ നമ്മൾ പറഞ്ഞു ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പൈൻസ്, സിംഗപ്പൂർ, തായ്ലൻഡ്, അതേപോലെ ബ്രൂണൈ, മ്യാൻമാർ, കംബോഡിയ, ലവോസ്, വിയറ്റ്നാം എന്നിവയാണ് രാജ്യങ്ങൾ എന്ന് പറയുന്നത്. ആസിയാനിലെ ഏറ്റവും ഒടുവിൽ അംഗമായ രാജ്യമാണ് കംബോഡിയ. ആസിയാന്റെ ആപ്തവാക്യം എന്താ ചോദിച്ചാൽ 1 മിഷൻ 1 ഐഡന്റിറ്റി 1 കമ്മ്യൂണിറ്റി എന്നതാണ് ആസിയാന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ആസിയാൻ ചാർട്ടർ നിലവിൽ വന്നത് 2008 ഡിസംബർ 15 ആസിയാൻ ചാർട്ടർ നിലവിൽ വന്നത് 2008 ഡിസംബർ 15.
ആസിയാന്റെ ആദ്യ സമ്മേളനം നടന്ന വർഷമാണ് 1976 ബാലി, ഇന്തോനേഷ്യ. ഇന്ത്യ ആസിയാൻ കരാറിൽ ഒപ്പുവച്ചത് 2009 ഓഗസ്റ്റ് 13-നാണ്. എന്ത് ചെയ്തത്? ഇന്ത്യ ആസിയാൻ കരാറിൽ ഒപ്പുവച്ചത് 2009 ഓഗസ്റ്റ് 13. ഇനി യൂറോപ്യൻ യൂണിയൻ, അടുത്തതാണ് യൂറോപ്യൻ യൂണിയൻ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിനെ കുറിച്ച് പഠിക്കാനുള്ളൂ, ആസിയാനെ കുറിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്. പിന്നെ 2019 ആസിയാൻ വേദി ബാങ്കോക്ക് എവിടെയാണ്? തായ്ലൻഡാണ്. 2020 37ാമത്തെ ആണെങ്കിൽ എവിടെയാണെന്ന് ചോദിച്ചാൽ അത് നടന്നത് എവിടെയാണ്? ആസിയാൻ സമ്മേളനം വിയറ്റ്നാമിലാണ്. ഇനി 38ാമത്തെ 2021 ആസിയാൻ വേദി ബ്രൂണെ. ഇനി 39 ചോദിച്ചാൽ ആസിയാൻ വേദി കംബോഡിയ. 40 ആസിയാൻ വേദി ജക്കാർത്ത, ഇന്തോനേഷ്യ 2023. 41ാമത്തെയാണ് 2024 ആസിയാൻ വേദി ലാവോസ് എന്ന് പറയുന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങൾ മിക്കപ്പോഴും ചോദിക്കാറുണ്ട് PSC. ആസിയാന്റെ 2024 വേദി ഏതാന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്? ലാവോസ് എന്ന് പറയുന്നത്. ഓർത്തു വെച്ച 1 മാർക്കാണ് മിക്കവാറും, കാരണം 20 മാർക്കാണ് നമുക്ക് എന്ത് വരുന്നത്? കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ അതുകൊണ്ട് തന്നെ അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ. അടുത്തത് യൂറോപ്യൻ യൂണിയൻ ആണ്. ഓക്കെ, യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി നിലവിൽ വന്ന വർഷം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1957 നിലവിൽ വന്ന്. യൂറോപ്പിനെ എക്കണോമിക് കമ്മ്യൂണിറ്റി നിലവിൽ വരാൻ കാരണമായ സന്ധിയാണ് ഏതെന്ന് പറയുന്നത്? റോം ട്രീറ്റി എന്ന് പറയുന്നത്. അപ്പോൾ റോം ട്രീറ്റി സന്ധിയുടെ അടിസ്ഥാനത്തിലാണ് യൂറോപ്പിൽ എക്കണോമിക് കമ്മ്യൂണിറ്റി നിലവിൽ വരാൻ കാരണമായത്. ഇനി എന്താണ്? മാസ്ട്രിച്ച് ഉടമ്പടി പ്രകാരം യൂറോപ്യൻ എക്കണോമിക് കമ്മ്യൂണിറ്റി, യൂറോപ്യൻ യൂണിയൻ എന്ന പേര് നിലവിൽ വന്ന വർഷം 1993. യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ബ്രസൽസ്, ബെൽജിയമാണ്. ബ്രസൽസ്, ബെൽജിയത്തിലാണ് യൂറോപ്യൻ യൂണിയന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ദേശീയ ഗാനം ഏതാന്ന് ചോദിച്ചാൽ ഓഡ് ടു ജോയി എന്നതാണ് ദേശീയ ഗാനം. യൂറോപ്യൻ യൂണിയന്റെ ആപ്തവാക്യമാണ് യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. യുണൈറ്റഡ് ഇൻ ഡൈവേഴ്സിറ്റി. യൂറോപ്യൻ യൂണിയന്റെ അംഗങ്ങളുടെ എണ്ണം 27. അവസാനം യൂറോപ്യൻ യൂണിയനിൽ അംഗമായ രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ക്രൊയേഷ്യയാണ്. യൂറോപ്യൻ യൂണിയനിലെ പൊതു കറൻസിയാണ് യൂറോ. യൂറോ നിലവിൽ വന്ന 1999. ഓക്കെ, അപ്പൊ അതൊക്കെയാണ് അതിൻ്റെ അകത്ത് നിലവിൽ പറയാനുള്ളൂ യൂറോപ്യൻ യൂണിയനുമായി ബന്ധപ്പെട്ട്. ഇത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ഓർത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. അടുത്താണ് ബ്രെക്സിറ്റ്. എന്താണ് ബ്രെക്സിറ്റ്? അതായത് ഒത്തിരിയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു വാക്കാണ് എന്തെന്ന് പറയുന്നത്? ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഒത്തിരി തവണ, അതായത് നമുക്ക് കഴിഞ്ഞ ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ബ്രെക്സിറ്റിന്റെ ഭാഗമായിട്ട് ബ്രിട്ടൻ പുറത്തു പോകുന്നു, അതേപോലെ തന്നെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടതാണ് ആ സമയത്ത്. അതിൻ്റെ ഇടയിലാണ് ആര് വന്നത്? ഈ പറയുന്ന തെരേസ മെയ് അധികാരത്തിലേക്ക് വരുന്നത്. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ബ്രെക്സിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അറിയാവുന്നതാണ്. ഓക്കെ, അപ്പോൾ ബ്രെക്സിറ്റ് യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടന്റെ പുറത്തുപോകലിനെ സൂചിപ്പിക്കുന്ന പദമാണ് എന്തെന്ന് പറയുന്നത്? ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ആര് പുറത്തു പോകണു? നമ്മുടെ ബ്രിട്ടൻ പുറത്തു പോകുന്നതുമായി ബന്ധപ്പെട്ട് ഉള്ള പദമാണ് എന്തെന്ന് പറയുന്നത്? ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബ്രെക്സിറ്റ് എന്ന് പറയുന്നത് എന്താണ്? യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടന്റെ പുറത്തുപോകലിനെ സൂചിപ്പിക്കുന്ന പദമാണ് എന്ത്? ബ്രെക്സിറ്റ്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയനിൽ അംഗമായ വർഷം എന്നാന്ന് ചോദിച്ചാൽ 1973 അംഗമാകുന്നത്. ഓക്കെ, ബ്രെക്സിറ്റ് പോൾ ജനഹിത പരിശോധനയ്ക്ക് ശേഷം ബ്രിട്ടന്റെ പ്രധാനമന്ത്രിയായി അധികാരമേറ്റത് ആരാന്ന് ചോദിച്ചേക്കുന്ന ചോദ്യമാണ്. തെരേസ മെയ്. ബ്രെക്സിറ്റിന്റെ അടയാളമായി ബ്രിട്ടൻ പുറത്തിറക്കിയ നാണയം ഏതാന്ന് ചോദിച്ചാൽ 50 പെൻസ് ആണ് ബ്രിട്ടൻ പുറത്തിറക്കിയത്. ബ്രിട്ടന്റെ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോയ സമയത്ത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിരുന്നു ആരെന്ന് പറയുന്നത്? ബോറിസ് ജോൺസൺ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യമെങ്കിലും, അതായത് ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തുപോയത് 2020 ജനുവരി 31 ആര്? ബ്രിട്ടൻ ഔദ്യോഗികമായി യൂറോപ്യൻ യൂണിയനിൽ നിന്നും പുറത്തു പോകുന്നത്. ഓക്കെ, നമുക്കറിയാം അങ്ങനെ യൂറോപ്യൻ യൂണിയനിൽ നിന്നും ബ്രിട്ടന്റെ പുറത്തുപോകലിനെ സൂചിപ്പിക്കുന്ന പദമായിരുന്നു എന്തെന്ന് പറയുന്നത്? ബ്രെക്സിറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഒപെക്കിനെ കുറിച്ച് പഠിക്കാം. അതായത് എന്താണ് ഒപെക് എന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയും ഉൽപാദനവും നിയന്ത്രിക്കുന്നതിനായി നിലവിൽ വന്ന ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? ഒപെക് എന്ന് പറയുന്നത്. ഓക്കെ, നിലവിൽ വന്ന വർഷം 1960 ഒപെക് നിലവിൽ വന്നത്. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വിലയും അതേപോലെ തന്നെ ഉൽപാദനവും നിയന്ത്രിക്കുന്നതിനായി
നിലവിൽ വന്ന സംഘടനയാണ് ഏതെന്ന് പറയുന്നത്, ഈ പറയുന്ന ഒപെക് എന്ന് പറയുന്നത്. ആസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം വിയന്ന ആണ്. അംഗസംഖ്യ ഇതിൻ്റെ അകത്ത് 13 പേരാണ് ഇതിൻ്റെ അകത്ത് ഉള്ളത്. അതായത് രൂപീകരണത്തിന് വഴി തെളിച്ചത് ബാഗ്ദാദ് സമ്മേളനമാണ് രൂപീകരണത്തിന് എന്ത് ചെയ്തത്, വഴിവെച്ചത്. ഒപെക്കിന്റെ ആദ്യ സമ്മേളന വേദിയും ഏത് തന്നെയായിരുന്നു, ബാഗ്ദാദ് ആയിരുന്നു. അതേപോലെ തന്നെ ഒപെക്കിലെ അംഗസംഖ്യ 13ഉം ഒപെക്കിലെ അവസാന അംഗമായ രാജ്യം ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് കോങ്കോ ആണ്. 2009 പുറത്തു പോയ ശേഷം 2016 അംഗമായത് ഇന്തോനേഷ്യ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒപെക്കുമായി ബന്ധപ്പെട്ട് നമുക്ക് പഠിക്കാനുള്ളൂ. അടുത്തത് റെഡ് ക്രോസ്. റെഡ് ക്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, യുദ്ധത്തിൽ ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സംഘടനയാണ് റെഡ് ക്രോസ് എന്ന് പറയുന്നത്. അപ്പൊ യുദ്ധത്തിലെ ഇരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന റെഡ് ക്രോസ് എന്ന് പറയുന്നത്. ഓക്കെ, റെഡ് ക്രോസ് രൂപീകരിച്ചത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1863 എന്ത് റെഡ് ക്രോസ് രൂപീകരിച്ചത്. ഓക്കെ, അപ്പൊ റെഡ് ക്രോസ് എന്നാണ് രൂപീകരിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1863 റെഡ് ക്രോസ് എന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെൻറി ഡുനന്റ് ആണ്. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് കേട്ടോ ഈ ഒരു ചോദ്യം. അതായത് റെഡ് ക്രോസ് എന്ന് പറയുന്ന സംഘടനയുടെ സ്ഥാപകൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഹെൻറി ഡുനന്റ് ആണ്. ഓക്കെ, ഹെൻറി ഡുനന്റിന്റെ സമാധാനത്തിലുള്ള നോബൽ സമ്മാനം ലഭിച്ച വർഷം 1901 ഹെൻറി ഡുനന്റിന് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം ലഭിച്ചത്. റെഡ് ക്രോസിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ജനീവ, സ്വിറ്റ്സർലൻഡ് ആണ് റെഡ് ക്രോസിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി റെഡ് ക്രോസിന്റെ ആപ്തവാക്യം യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം എന്നതാണ്. റെഡ് ക്രോസിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത് യുദ്ധക്കെടുതിയിൽ ജീവകാരുണ്യം. ഇസ്ലാമിക രാജ്യങ്ങൾ റെഡ് ക്രോസ് അറിയപ്പെടുന്നത് റെഡ് ക്രസന്റ് എന്നാണ്. റെഡ് ക്രോസിന്റെ നിലവിലെ ചിഹ്നം എന്താണെന്ന് ചോദിച്ചാൽ റെഡ് ക്രിസ്റ്റൽ ആണ്. റെഡ് ക്രോസിന്റെ നിലവിലുള്ള ചിഹ്നം എന്ന് പറയുന്നത് റെഡ് ക്രിസ്റ്റൽ ആണ്. അപ്പൊ ഇത്രയും കാര്യം റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട് ഓർത്തു വച്ചോ. യുദ്ധത്തിനിരയാകുന്നവരെ സഹായിക്കുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിച്ച സംഘടനയായിരുന്നു റെഡ് ക്രോസ്. സ്ഥാപിതമായത് 1863 ആരാണ് ഇതിന്റെ സ്ഥാപകൻ എന്ന് ചോദിച്ചാൽ ഹെൻറി ഡുനന്റ് ആണ്. ഇനി ഹെൻറി ഡുനന്റിന്റെ സമാധാനത്തിലുള്ള നോബൽ പ്രൈസിന് നോമിനേഷൻ പോയി ലഭിച്ചത് എന്നാന്ന് ചോദിച്ചാൽ 1901 ഓക്കെ, അടുത്തതാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. ഇമ്പോർട്ടൻ്റ് ആണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. കാരണം ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടന ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് നമ്മുടെ ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഐക്യരാഷ്ട്ര സംഘടന കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വലിയ മനുഷ്യാവകാശ സംഘടനയാണ് ആംനസ്റ്റി ഇന്റർനാഷണൽ. നിലവിൽ വന്ന വർഷം 1961 ആംനസ്റ്റി ഇന്റർനാഷണൽ നിലവിൽ വരുന്നത്. ഓക്കെ, സംഘടനയുടെ സ്ഥാപകനാണ് പീറ്റർ ബെൻസൺ. ഓക്കെ, പീറ്റർ ബെൻസൺ ആണ് സംഘടനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. പീറ്റർ ബെൻസൺ ആണ്. ഓക്കെ, അപ്പൊ പീറ്റർ ബെൻസൺ ആണ് സംഘടനയുടെ സ്ഥാപകൻ എന്ന് പറയുന്നത്. സംഘടനയുടെ സ്ഥാപകൻ പീറ്റർ ബെൻസൺ. ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ ആസ്ഥാനം ലണ്ടൻ ആണ്. നൊബേൽ സമ്മാനം ലഭിച്ച വർഷം 1977. ആംനസ്റ്റി ഇന്റർനാഷണൽ എന്ന അല്ലെങ്കിൽ ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ പൊതുമാപ്പ് എന്നതാണ് ആംനസ്റ്റി എന്നതിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അതായത് ആംനസ്റ്റി എന്ന വാക്കിന്റെ അർത്ഥം. ആംനസ്റ്റി ഇന്റർനാഷണൽ ആപ്തവാക്യമാണ് ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ്. മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ്. അന്ന് PSCയുടെ ഒരു റാങ്ക് മേക്കിംഗ് ആയിട്ടുള്ള ഒരു ചോദ്യമായിരുന്നു ഇതെന്ന് പറയുന്നത്. അതായത് എന്താണ് ആപ്തവാക്യം എന്ന് ചോദിച്ചാൽ ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത്, ഇരുട്ടിനെ പഴിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു മെഴുകുതിരി തെളിയിക്കുന്നതാണ് എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ ഏത് സംഘടനയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ ആംനസ്റ്റി ഇന്റർനാഷണലുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഓക്കെ, അടുത്തത് ഏഷ്യൻ വികസന ബാങ്ക് ആണ്. ഏഷ്യൻ വികസന ബാങ്ക് സ്ഥാപിതമായത് 1966. ADBയുടെ ആസ്ഥാനം മനിലയാണ്. ഫിലിപ്പൈൻ മനില ആണ് ആസ്ഥാനം എന്ന് പറയുന്ന ഫിലിപ്പൈൻസ് മനില. ഒത്തിരി തവണ ചോദിച്ച ചോദ്യമാണ് ഈ പറയുന്ന ആസ്ഥാനങ്ങൾ ചോദിക്കുമ്പോൾ. ADBയുടെ അംഗസംഖ്യ എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്, 68 ആണ് എന്തെന്ന് പറയുന്നത്. ഈ പറയുന്ന ADBയുടെ
അംഗസംഖ്യ എന്ന് പറയുന്നത് 68 ഓക്കെ. ഇനി 68ാമത്തെ രാജ്യം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 68ാമത്തെ രാജ്യമാണ് നിയൂയി എന്ന് പറയുന്നത്. അപ്പൊ നിയൂയി എന്ന് പറയുന്ന രാജ്യമാണ് ADBയുടെ 68ാമത്തെ അംഗം എന്ന് പറയുന്നത്. ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിനായി രൂപീകരിച്ച സംഘടനയാണ് ഏഷ്യൻ വികസന ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളുടെ സാമ്പത്തിക വികസനത്തിന് വേണ്ടിയാണ് ഇത് എന്ത് ചെയ്തത്, നിലവില് രൂപീകരിച്ചത്. ഓക്കെ. ഇനി അടുത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഇന്റർപോളിനെ കുറിച്ചാണ്. ഇന്റർപോള് കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ വിവിധ രാജ്യങ്ങളുടെ പോലീസ് സംഘടനയാണ് എന്തെന്ന് പറയുന്നത്, ഇന്റർപോൾ എന്ന് പറയുന്നത്. അപ്പോൾ കുറ്റാന്വേഷണ രംഗത്ത് അന്താരാഷ്ട്ര സഹകരണം ഉറപ്പാക്കുന്നതിന് വേണ്ടി സ്ഥാപിതമായ വിവിധ രാജ്യങ്ങളുടെ പോലീസ് സംഘടനയാണ് ഇന്റർപോൾ. രൂപീകൃതമായ സമയത്ത് ഇന്റർപോൾ അറിയപ്പെട്ടിരുന്നത് ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് എന്ന പേരിലാണ് രൂപീകൃതമായ ആ ഒരു സമയത്ത് അറിയപ്പെട്ടിരുന്നത്. ഇനി ഇന്റർനാഷണൽ ക്രിമിനൽ പോലീസ് ഇന്റർപോൾ എന്നറിയപ്പെട്ടു തുടങ്ങിയ വർഷം എന്നാ ചോദിച്ചാൽ 1956 ഇന്റർപോൾ എന്ന ലെവലിലേക്ക് മാറിയത്. ഇന്റർപോളിന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അത് ലിയോൺസ്, ഫ്രാൻസിലാണ് ഇന്റർപോളിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഇന്ത്യയിൽ ഇന്റർപോളിനെ പ്രതിനിധീകരിക്കുന്നത് CBI ആണ്. ഇന്റർപോളിലെ ഔദ്യോഗിക ഭാഷകളാണ് ഫ്രഞ്ചും ഇംഗ്ലീഷും അറബിക്കും സ്പാനിഷും. ഓക്കെ. അപ്പോൾ ഇന്റർപോളിലെ ഔദ്യോഗിക ഭാഷകൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ മക്കളെ ഏതൊക്കെയാണ്? ഫ്രഞ്ച്, ഇംഗ്ലീഷ്, അറബിക്ക്, അതേപോലെ സ്പാനിഷ്. ഇന്റർപോളിലെ അംഗരാജ്യങ്ങൾ എത്രയാണെന്ന് ചോദിച്ചാൽ 195 പേരാണ് ഇന്റർപോളിലെ നിലവിലെ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും കാര്യം ഒന്ന് പഠിച്ചു വച്ചാൽ അതിൻ്റെ അകത്ത് ചിലപ്പോൾ ഒരു ചോദ്യം ചോദിക്കാം, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ. ഇനി G4 കുറിച്ചാണെങ്കിൽ നിലവിൽ വന്നത് 2005 G4 നിലവിൽ വന്നത്. ഐക്യരാഷ്ട്രസഭയുടെ സെക്യൂരിറ്റി കൗൺസിലിലെ സ്ഥിര അംഗത്തിന് വേണ്ടി വാദിക്കുന്ന രാജ്യങ്ങളുടെ സംഘടനയാണ് ഏതെന്ന് പറയുന്നത് G4. G4 അംഗങ്ങളാണ് ഏതൊക്കെ? ഇന്ത്യ, ജർമ്മനി, ബ്രസീല്, ജപ്പാൻ. ഓക്കെ. അപ്പോൾ G4 അംഗങ്ങൾ ആരൊക്കെയാന്ന് ചോദിച്ചാൽ ആരൊക്കെയാ? ജർമ്മനി ഉണ്ട്, ഇന്ത്യ ഉണ്ട്, ബ്രസീൽ ഉണ്ട്, ജപ്പാനൊക്കെയാണ് G4 അംഗങ്ങൾ. G4 അംഗരാജ്യങ്ങളുടെ ആവശ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് യുണൈറ്റഡ് ഫോർ കൺസെൻസസ് എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ എന്താണ്? അതായത് G4 അംഗങ്ങളുടെ ആവശ്യങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന സംഘടനയാണ് യുണൈറ്റിംഗ് ഫോർ കൺസെൻസസ്. ഓക്കെ. യുണൈറ്റിംഗ് ഫോർ കൺസെൻസസ് ആണ് G4-നെതിരായിട്ട് പ്രവർത്തിക്കുന്നത്. ഓക്കെ. അപ്പൊ അത്ര അതിൻ്റെ അകത്തൊന്ന് നോക്കിക്കോ. അടുത്ത G7 ആണ്. G7 ലോകത്തിലെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ സംഘടനയാണ് G7 എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നരായ രാജ്യങ്ങളുടെ സംഘടന. രൂപീകരണ സമയത്ത് ഇത് 6 രാജ്യങ്ങളാണ് ഇതിലുണ്ടായിരുന്നത്. പിന്നീട് എത്രയായി? 7 രാജ്യങ്ങളായിട്ട് മാറി. അതായത് കാനഡ അംഗമായതോടെയാണ് G7 ആയി മാറിയത്. G7 അംഗങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ലോകത്തിലെ തന്നെ ഏറ്റവും സമ്പന്നമായ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G7 എന്ന് പറയുന്നത്. അതിൻ്റെ 1 കാനഡ, 2 ഫ്രാൻസ്, 3 ജർമ്മനി, 4 ഇറ്റലി, 5 ജപ്പാൻ, 6 യുണൈറ്റഡ് കിങ്ഡം, 7 യുണൈറ്റഡ് സ്റ്റേറ്റ്. അപ്പോൾ ഇത്രയാണ് എന്ത് G7 അംഗങ്ങൾ എന്ന് പറയുന്നത്. ചിലപ്പോൾ ചോദിക്കാം G7 അംഗങ്ങൾ താഴെ പറയുന്നവയിൽ ഏതാണ്, അല്ലെങ്കിൽ താഴെ പറയുന്നതിൽ പെടാത്തത് ഏതാണ്, പെട്ടത് ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവസാനം നമ്മൾ പെട്ടുപോകും. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യുക? നന്നായിട്ട് പഠിച്ചു വയ്ക്കുക. അംഗമായ ഏക ഏഷ്യൻ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏത്? ജപ്പാൻ എന്ന് പറയുന്നത്. റഷ്യ പുറത്തായത് G7 നിന്നും 2014 G7 നിന്നും ആര് പുറത്തായത്? റഷ്യ പുറത്തായത്. ഓക്കെ. അപ്പൊ അത്രയും കാര്യങ്ങൾ എന്ത് ചെയ്യുക? ഓർത്തു വെച്ചേക്കുക. അടുത്തത് G20. എപ്പോഴും PSC ചോദിക്കുന്നതാണ് G20 എന്നുള്ളത്. ലോകത്തില് വ്യാവസായികമായി വികസിച്ചതും ഉയർന്നതുമായ 20 പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? G20 എന്ന് പറയുന്നത്. അപ്പോൾ ലോകത്തില് വ്യാവസായികമായി വികസിച്ചതും ഉയർന്നതുമായ 20 പ്രമുഖ രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ് G20 എന്ന് പറയുന്നത്. നിലവിൽ വന്ന 1999 രൂപീകരിക്കാൻ കാരണമായ സ്ഥാപനം ചോദിച്ചു കഴിഞ്ഞാൽ രൂപീകരിക്കാൻ കാരണമായ സ്ഥാപനമാണ് ഏത്? ബ്രസീലിയ പ്രഖ്യാപനം എന്ന് പറയുന്നത്. ബ്രസീലിയ പ്രഖ്യാപനം മുഖേനയാണ് എന്ത് ചെയ്തത്? ഈ G20 രൂപീകരിച്ചത് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതേപോലെ G7
അംഗങ്ങളും മറ്റ് 12 യൂറോപ്യൻ യൂണിയനും ഇതിലെ അംഗങ്ങളാണ്. മിക്കപ്പോഴും PSCക്ക് ഇതിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് G20 ഉച്ചകോടി നടക്കുന്ന സ്ഥലം എവിടെയാന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ 2023 G20 ഉച്ചകോടി നടക്കുന്നത് ഏത് ഇന്ത്യൻ നഗരത്തിലാണ്? ന്യൂഡൽഹിയിലാണ്. 2021 G20 ഉച്ചകോടി റോമിലാണ്, ഇറ്റലി. 2020 റിയാദ്, സൗദി അറേബ്യ. 2019 ഒസാക്ക, ജപ്പാൻ. അപ്പൊ ഇത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെച്ചോ G20യുമായി ബന്ധപ്പെട്ട്. അടുത്തതാണ് അപ്പെക് എന്ന് പറയുന്നത്. അപ്പെക് എന്താണ്? 1989 ജനുവരി 31 കൊറിയയിലെ സിയോളിൽ നടന്ന പ്രസംഗത്തിൽ ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രി ബോബ് ഹോക്കാണ് അപ്പെക് എന്ന ആശയം ആദ്യമായി അവതരിപ്പിച്ചത്. ഓക്കെ, അപ്പൊ ആരായിരുന്നു ഈ ആശയം ആദ്യമായി അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അതായത് ഓസ്ട്രേലിയയുടെ മുൻ പ്രധാനമന്ത്രിയായ ബോബ് ഹോക്കാണ് ആദ്യമായിട്ട് അപ്പെക് എന്ന് പറയുന്ന ഒരു ആശയം മുന്നോട്ടേക്ക് വെച്ചത്. അപ്പെകിലെ ആകെ അംഗസംഖ്യ 21. ആസ്ഥാനം നോക്കിക്കഴിഞ്ഞാൽ അത് സിംഗപ്പൂരാണ്. അവസാനം അംഗമായ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് വിയറ്റ്നാം, പെറു, അതേപോലെ റഷ്യയാണ്. ഓക്കെ, ആസ്ഥാനം എവിടെയാണ് അപ്പെകിന്റെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതെവിടെയാണ്? അത് സിംഗപ്പൂരിലാണ് അപ്പെകിന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ, 2021 അപ്പെകിന്റെ സമ്മേളനം നടന്നത് ന്യൂസിലാൻഡിലാണ്. 2020 മലേഷ്യ, 2019 സാന്റിയാഗോ, 2018 ന്യൂ ഗിനിയ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ അപ്പെക്കുമായി ബന്ധപ്പെട്ടൊന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് ബ്രിക്സ് എന്ന് പറയുന്നത്. ബ്രിക്സ് സ്ഥാപിതമായ വർഷം എന്നാ ചോദിച്ചാൽ 2006. ആദ്യ സമ്മേളനം നടന്നത് 2009 അതേപോലെ തന്നെ എന്താണ്? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന എന്നീ രാജ്യങ്ങളായിരുന്നു ബ്രിക്സിലെ സ്ഥാപക അംഗങ്ങൾ എന്ന് പറയുന്നത്. ആരൊക്കെയാ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന. ദക്ഷിണാഫ്രിക്ക അംഗമായതോടെ ബ്രിക്ക് എന്നുള്ളത് ബ്രിക്സ് എന്നറിയപ്പെടാനായിട്ട് തുടങ്ങുകയാണ്. ഓക്കെ, സൗത്ത് ആഫ്രിക്ക ബ്രിക്സ് അംഗമായ വർഷം 2010. അങ്ങനെയാണ് ബ്രിക്സ് ആയത്. ബ്രിക്സിന്റെ ആദ്യ സമ്മേളനം നടന്നത് എവിടെയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം റഷ്യയിലാണ്. ഓക്കെ, റഷ്യയിലാണ് ആദ്യ സമ്മേളനം നടന്നത്. അതേപോലെ തന്നെ എന്താണ്? 2023 ബ്രിക്സ് സമ്മേളനമാണെങ്കിൽ ജോഹന്നാസ്ബർഗ്, 2022 ബെയ്ജിംഗ് ആണ്, 2021 ന്യൂഡൽഹിയാണ്. ഒന്ന് ഓർത്തു വെച്ചോ, ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി അടുത്തതാണ് നാറ്റോ. അതേപോലെ തന്നെ സീറ്റോ എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും കേൾക്കാറുണ്ട്, അതേപോലെ പഠിക്കാറൊക്കെ ഉള്ള സംഭവമാണ് ഈ പറയുന്ന നാറ്റോ, അതേപോലെ സീറ്റോ, അതേപോലെ തന്നെ സെൻറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കൂടിയാണ് നമുക്ക് മെയിനായിട്ട് ഇതിൻ്റെ ഇനി പഠിക്കാനുള്ളത്. നാറ്റോ എന്താണ്? രണ്ടാം ലോക മഹായുദ്ധത്തിനു ശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ USSRനെതിരെ രൂപീകരിച്ച ഒരു സംഘടനയാണ് എന്തെന്ന് പറയുന്നത്? നാറ്റോ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് നാറ്റോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ? രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം അമേരിക്കയുടെ സഖ്യരാജ്യങ്ങൾ USSRനെതിരെ രൂപീകരിച്ച സംഘടനയാണ് നാറ്റോ. അതായത് നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നതാണ് അതിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്. ഓക്കെ, നാറ്റോ സംഘടന നിലവിൽ വന്നത് 1949 ഏപ്രിൽ 4 വടക്കൻ അറ്റ്ലാന്റിൽ ഉടമ്പടി പ്രകാരം പ്രവർത്തിക്കുന്ന അന്താരാഷ്ട്ര സൈനിക സഖ്യമാണ് നാറ്റോ എന്ന് പറയുന്നത്. 12 രാഷ്ട്രങ്ങൾ ചേർന്ന് ആരംഭിച്ച ഈ സംഘടനയിൽ നിലവിലെ അംഗരാജ്യങ്ങൾ എന്ന് പറയുന്നത് 30 എണ്ണമാണുള്ളത്. നാറ്റോയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ അതെവിടെയാണ് മക്കളെ? ബ്രസൽസ്, ബെൽജിയത്തിലാണ്. നാറ്റോയുടെ ഔദ്യോഗിക ഭാഷയാണ് ഇംഗ്ലീഷും അതേപോലെ തന്നെ ഫ്രഞ്ചുമാണ് നാറ്റോയുടെ ഔദ്യോഗിക ഭാഷയായിട്ട് അറിയപ്പെടുന്നത്. നാറ്റോയിൽ അവസാനമായി അംഗമായത് ആരാണ്? അത് നോർത്ത് മാസിഡോണിയ എന്നറിയപ്പെടുന്നത്. 2020 നോർത്ത് മാസിഡോണിയ നാറ്റോയിൽ അവസാനമായി എന്താവുന്നത്? അംഗമാകുന്നത്. ഓക്കെ, അപ്പോൾ നാറ്റോയെ കുറിച്ച് അത്രയെങ്കിലും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്താണ് നമുക്ക് പഠിക്കാൻ പോകുന്നത് സീറ്റോ. അതായത് സീറ്റോ നിലവിൽ വന്ന വർഷം നോക്കിക്കഴിഞ്ഞാൽ 1954 സീറ്റോ നിലവിൽ വരുന്നത്. 1954 സീറ്റോ നിലവിൽ വരുന്നത്. 1954. ഓക്കെ, ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തു വെച്ചോ, ഒരു മാർക്ക് നമുക്ക് അവിടെ ചാടും. ഓക്കെ, ഇനി 1955 മുതൽ സീറ്റോയുടെ ആസ്ഥാനം എന്ന് പറയുന്നത് എവിടെയാണ്? ബാങ്കോക്ക് ആണ്. ഓക്കെ, ബാങ്കോക്ക് തെക്കുകിഴക്കൻ ഏഷ്യയുടെ പടരുന്ന സ്ഥിതി സമത്വവാദം ഇല്ലാതാക്കുക എന്നതായിരുന്നു അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി സംഘടനയുടെ ലക്ഷ്യം നിരന്തര ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം സീറ്റോയുടെ പ്രാധാന്യം നഷ്ടപ്പെടുകയും 1977 എന്ത് ചെയ്തു?
ഈ പറയുന്ന നമ്മുടെ സീറ്റോ എന്ന് പറയുന്നത് പിരിച്ചുവിട്ടു എന്നതാണ് പറയാനുള്ളത്. ഓക്കെ, ഇനി അടുത്തതാണ് സെൻഡോ എന്ന് പറയുന്നത്. സെൻഡോ നിലവിൽ വന്ന വർഷം 1955 ആണ്. അതായത് സെൻട്രൽ ട്രീറ്റി ഓർഗനൈസേഷൻ എന്നതാണ് സെൻഡോന്റെ നിലവിലെ ഫുൾ ഫോം എന്ന് പറയുന്നത്. 1955 സെൻഡോ എന്ത് ചെയ്തത് നിലവിൽ വരുന്നത്. അതേപോലെ ബാഗ്ദാദ് ഉടമ്പടി സംഘടന എന്നറിയപ്പെടുന്നത് സെൻഡോയാണ്. 1959 മുതൽ സംഘടന സെൻഡോ എന്നറിയപ്പെടാൻ തുടങ്ങി. സെൻഡോയുടെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എവിടെ, അങ്കാറ, തുർക്കി എന്ന് പറയുന്നത്. സെൻഡോ പിരിച്ചുവിട്ട വർഷം 1979 എന്ത് ചെയ്യുന്നത്, സെൻഡോ പിരിച്ചുവിടുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. അപ്പൊ ഇതിന്റെ മുമ്പ് നമ്മൾ UN അന്താരാഷ്ട്ര സംഘടനയിൽ കോമൺവെൽത്ത് പഠിച്ചു, സാർക്ക് പഠിച്ചു, ആസിയാൻ പഠിച്ചു, അതേപോലെ തന്നെ ബ്രെക്സിറ്റ്, ഒപെക്, റെഡ് ക്രോസ്, ആംനസ്റ്റി ഇന്റർനാഷണൽ, അതേപോലെ ഏഷ്യൻ വികസന ബാങ്ക്, ഇന്റർപോൾ, G4, G7, G20, അപെക്, ബ്രിക്സ്, നാറ്റോ, സീറ്റോ, അതേപോലെ തന്നെ സെൻറ്റോ. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റഡ് ആണ്. അതേപോലെ തന്നെ ഇതിൻ്റെ ആദ്യത്തെ പാർട്ടിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ള UNOയും അതേപോലെ തന്നെ അനുബന്ധ സംഘടനകൾ എന്ന് പറയുന്ന ആ ഒരു പോർഷനിൽ നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ പറഞ്ഞു പോയിട്ടുണ്ട്, UNO മറ്റ് അന്താരാഷ്ട്ര സംഘടനകൾ. അപ്പോൾ അത് മൊത്തമായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ ഇതിൻ്റെ ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ പാർട്ട് 1 ഞാൻ എന്ത് ചെയ്തേക്കാം, പിൻ ചെയ്തിട്ടേക്കാം. അപ്പോൾ അതിൻ്റെ ലിങ്കിൽ ഒന്ന് കയറി എന്ത് ചെയ്യുക, കാണാനായിട്ട് ശ്രമിക്കുക. മൊത്തമായിട്ട് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, UN കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് അത് ഉപകാരപ്രദം ആകണമെന്ന ഉള്ള പൂർണ്ണമായ ആഗ്രഹത്തോടു കൂടിയാണ് അത് നമ്മൾ ചെയ്തത്. ഇനി അടുത്തത് നമുക്ക് ജോഗ്രഫിയാണ്. ജോഗ്രഫിയുടെ ജസ്റ്റ് നമ്മൾ കഴിഞ്ഞ ദിവസം ഒന്ന് സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എന്താണ് അന്തരീക്ഷം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയെ ആവരണം ചെയ്തിരിക്കുന്ന വായുവിൻ്റെ പുതപ്പിനെയാണ് നമ്മൾ അന്തരീക്ഷം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഭൂമിയിലെ താപനില നിലനിർത്തുവാൻ പ്രധാന പങ്ക് വഹിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്ത്, അന്തരീക്ഷം എന്ന് പറയുന്നത്. ഭൂമിയെ ജീവഗ്രഹമാക്കി മാറ്റുന്നതിൽ നിലനിർത്തുന്ന മുഖ്യ പങ്ക് വഹിക്കുന്ന വാതകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അതാണ് ഏതെന്ന് പറയുന്നത്, ഓക്സിജനും അതേപോലെ തന്നെ കാർബൺ ഡൈ ഓക്സൈഡും. സസ്യങ്ങൾ അവയുടെ വളർച്ചയ്ക്ക് ആവശ്യമായ ഊർജം സംഭരിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോ സിന്തസിസ് എന്ന് പറയുന്നത്. പ്രകാശ സംശ്ലേഷണ സമയത്ത് ആഗീകരണം ചെയ്യുന്ന വാതകം ഏതാണെന്ന് ചോദിച്ചാൽ, ആഗീകരണം ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്, ചാടിക്കേറി നമ്മൾ എന്ത് ചെയ്യരുത്, തെറ്റിക്കരുത്. ആഗീകരണം ചെയ്യുന്നത് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ തന്നെ പുറന്തള്ളുന്ന വാതകം ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് ഏതെന്ന് പറയുന്നത്, ഓക്സിജൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് പറഞ്ഞു. അതൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ലിങ്ക് ചെയ്ത് പോയിട്ടുണ്ട്. ഇനി എന്താണ്, സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തെ കുത്തനെയുള്ള 2 മേഖലകളായി തരംതിരിക്കുക, അതൊക്കെ നമ്മൾ പറഞ്ഞു. ഹോമോസ്ഫിയർ, അന്തരീക്ഷത്തിൽ ഏകദേശം 100 കിലോമീറ്റർ ഉയരം വ്യാപിച്ചു കിടക്കുന്ന അന്തരീക്ഷത്തിലെ പാളിയെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്, ഈ പറയുന്ന ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഹോമോസ്ഫിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, അന്തരീക്ഷത്തിൽ ഹോമോസ്ഫിയർ എത്ര കിലോമീറ്റർ ഉയരെയാണ് വ്യാപിച്ച് കിടക്കുന്നതെന്ന് ചോദിച്ചാൽ എത്ര കിലോമീറ്റർ, 100 കിലോമീറ്റർ ആണ്. വാതകങ്ങളുടെ ശക്തമായ മിശ്രണം വാതക തന്മാത്രകളുടെ പ്രസരണത്തെക്കാൾ അധികമാണ് ഇവിടെ. ഓക്കെ, ഇനി ഹോമോസ്ഫിയർ എന്ന പേര് നൽകിയിട്ടുള്ളതിന് കാരണം അന്തരീക്ഷത്തിന്റെ രാസഘടന ഈ ഭാഗത്തിന്റെ ഉയർന്ന തലം വരെ ഐക്യ രൂപമുള്ള പോലെ കാണപ്പെടുന്നു, അതായത് യൂണിഫോമിറ്റി കാണപ്പെടുന്നു എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നോക്കാം എന്താണ് ഹെറ്ററോസ്ഫിയർ. എന്താണ് ഹെറ്ററോസ്ഫിയർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും 100 കിലോമീറ്റർ കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ മേഖലയ്ക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഹെറാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. താരതമ്യേന തന്മാത്ര എന്ന് പറയുന്നത് എന്തായിരിക്കും, പിണ്ഡം കൂടിയ വാതകങ്ങൾ താഴ്ന്ന മേഖല, കുറവുള്ളത് ഉയർന്ന തലങ്ങളിലും കാണപ്പെടുന്നു. അതേപോലെ തന്നെ എന്താണ്, 1000 കിലോമീറ്ററിനപ്പുറം ഹൈഡ്രജൻ അതേപോലെ തന്നെ ഹീലിയം, ഓക്കെ, ഹൈഡ്രജനും അതേപോലെ തന്നെ ഹീലിയവും ഒക്കെ എന്ത് ചെയ്യുന്നു, കാണപ്പെടുന്നു, ധാരാളമായി കണ്ടുവരുന്നുണ്ട്. അതേപോലെ തന്നെ തന്മാത്ര ഭാരം എന്ന് പറയുന്നത് ഡയാറ്റോമിക് നൈട്രജൻ വാതകം 500 കിലോമീറ്ററിന് മുകളിൽ വരുന്ന കുറഞ്ഞ തോതിൽ മാത്രമേ കാണപ്പെടുകയുള്ളൂ. അപ്പോൾ അതൊക്കെ നോക്കുക. ഇനി നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് PSC ചോദിക്കാറുള്ളതാണ്, ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകും തോറും അന്തരീക്ഷ ഊഷ്മാവിൽ വ്യതിയാനം സംഭവിക്കുന്നു. ഈ വ്യതിയാനത്തിന്റെ അടിസ്ഥാനത്തിൽ അന്തരീക്ഷത്തിലെ പാളികളെ
നമുക്ക് 5 പാളികളായിട്ട് തരംതിരിക്കാം. അവിടെയാണ് നമ്മുടെ പോയിന്റ്സ് ഇരിക്കുന്നത്. അതാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഏറ്റവും കൂടുതൽ PSC ചോദിച്ചേക്കുന്നതാണ് ഈ പറയുന്ന ഈ 5 പാളികൾ എന്ന് പറയുന്നത്. അതായത് ഏതൊക്കെയാണ്? ഒന്നാമത്തെയാണ് എന്തെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്, ട്രോപ്പോസ്ഫിയർ. രണ്ടാമത്തെയാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. മൂന്നാമത്തെ മിസോസ്ഫിയർ എന്ന് പറയുന്നത്. അടുത്തതാണ് എന്തെന്ന് പറയുന്നത്? തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ, തെർമോസ്ഫിയർ അല്ലെങ്കിൽ അയണോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഇനി അടുത്തതാണ് എന്ത്? എക്സോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. അടുത്താണ് ഏത്? എക്സോസ്ഫിയർ എന്നറിയപ്പെടുന്നതാണ് 5ാമത്തെ പാളി. ഓക്കെ, 5ാമത്തെ പാളിയാണ് എക്സോസ്ഫിയർ എന്ന് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഈ പറയുന്ന പാളികളെ ഓരോന്നിനെയും നമുക്ക് എപ്പോഴും PSC ചോദിക്കാറുണ്ട്. അവിടുത്തെ പ്രത്യേകതകൾ എന്താണ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഏകദേശം 100 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ 100 കിലോമീറ്റർ ഉയരത്തിലെത്തുമ്പോൾ അന്തരീക്ഷ ഘടനയിൽ മാറ്റം വരുന്നു. ഇടയിലുള്ള ഭാഗത്തെ വിളിക്കുന്നതാണ് ടർബോ പാസ് എന്ന്. ഓക്കെ, അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് വിളിക്കുന്നത്? ടർബോ പാസ് എന്ന് വിളിക്കുന്നത്. ഇനി ഭൗമ ഉപരിതലത്തിൽ നിന്നും അന്തരീക്ഷം കാണപ്പെടുന്ന മേഖലയാണ് എന്ത്? ഹോമോസ്ഫിയർ എന്ന് പറയുന്നത്. 90 കിലോമീറ്റർ മുകളിൽ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ ഭാഗമാണ് എന്തെന്ന് പറയുന്നത്? ഹെക്ടറോസ്ഫിയർ എന്ന് പറയുന്നത്. അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർവരമ്പാണ് ഏത്? കാർമൽ രേഖ എന്ന് പറയുന്നത്. അപ്പോൾ കാർമൻ രേഖ എന്നാണ്. കാർമൻ രേഖ എന്ന് പറഞ്ഞാൽ എന്താണ്? അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർത്തി വരമ്പിനെ പറയുന്ന പേര്. ഓക്കെ, അപ്പോൾ എന്തിനാണ്? അന്തരീക്ഷത്തിന്റെയും ബഹിരാകാശത്തിന്റെയും അതിർത്തി വരമ്പിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? ഈ പറയുന്ന കാർമൻ രേഖ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് മക്കളെ, മിക്കപ്പോഴും ചോദിക്കാറുണ്ട്. ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു മാർക്ക് അതിൻ്റെ അന്ന് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അടുത്തതാണ് ട്രോപ്പോസ്ഫിയർ. എന്താണ് ട്രോപ്പോസ്ഫിയർ? ഇനിയാണ് ഈ 5 അന്തരീക്ഷ പാളികളെയും നമുക്ക് പഠിക്കണം. എന്താണ് ട്രോപ്പോസ്ഫിയർ, എന്താണ് സ്ട്രാറ്റോസ്ഫിയർ, എന്താണ് അതേപോലെ ഓസോൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. ഓക്കെ, അപ്പോൾ ട്രോപ്പോസ്ഫിയർ എന്താണ്? ഭൂമിയുടെ ഉപരിതലത്തോട് ചേർന്ന് കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് എന്തെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. മനുഷ്യനുൾപ്പെടെയുള്ള ജീവജാലങ്ങൾ വസിക്കുന്ന ഏറ്റവും താഴ്ന്ന വിധാനത്തിലുള്ള അന്തരീക്ഷ പാളിയെ നമുക്ക് ട്രോപ്പോസ്ഫിയർ എന്ന് പറയാം. മേഘങ്ങൾ, പ്രകാശം, താപം എന്നിവയെല്ലാം എന്താണ്? ഓരോ ദിവസങ്ങൾ നിരവധി മാറ്റങ്ങളും സംഭവിക്കുന്ന സ്ഥലമാണ് ഏതെന്ന് പറയുന്നത്? ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രോപ്പോസ്ഫിയറിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ സംയോജന മേഖല എന്നതാണ്. ട്രോപ്പോസ്ഫിയർ ചൂടുപിടിക്കുന്നത് വായുവിന്റെ സംവഹന പ്രക്രിയ വഴിയാണ്. ട്രോപ്പോസ്ഫിയറിന്റെ മുകളിൽ ഭാഗത്തേക്ക് പോകുന്തോറും അന്തരീക്ഷ ഊഷ്മാവ് കുറഞ്ഞു വരുന്നു. വായുവിന്റെ ലംബതലത്തിലും തിരശ്ചീന തലത്തിലുമുള്ള ശക്തമായ മിശ്രണം വഴി ചൂടോടുകൂടിയ വായു മുകളിലേക്ക് ഉയർന്ന് മേഘങ്ങളായും മഴയായും കാറ്റായും മാറുന്നു. വായുവിന്റെ ഇത്തരത്തിലുള്ള മിശ്രണമാണ് കാലാവസ്ഥാ പ്രതിഭാസത്തിന് കാരണമെന്ന് പറയുന്നത്. ഓക്കെ, ഇനി എന്താണ് ഈ പറയുന്ന ട്രോപ്പോസ്ഫിയർ എന്ന് പറയുന്നത്? എല്ലാ ഭാഗത്തും പ്രസരിക്കപ്പെടുന്നു. പർവ്വതങ്ങളുടെ മുകൾ ഭാഗത്ത് താഴ്വരയേക്കാൾ തണുപ്പ് ഉണ്ടാകാനുള്ള കാരണം ട്രോപ്പോസ്ഫിയറിന്റെ മുകൾ ഭാഗത്ത് എത്തുമ്പോഴേക്കും താപനില കുറയുന്നതാണ്. ഇനി എന്താണ് ഈ പറയുന്ന ട്രോപ്പോസ്ഫിയർ വായു പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം എന്ന്. അപ്പോൾ ട്രോപ്പോപാസ് അല്ലെങ്കിൽ ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹം അറിയപ്പെടുന്ന പേര് PSC ചോദിച്ചിട്ടുണ്ട്. ട്രോപ്പോസ്ഫിയറിലുള്ള വായു പ്രവാഹം അറിയപ്പെടുന്ന പേരാണ് ജെറ്റ് പ്രവാഹം എന്ന്. ട്രോപ്പോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നതാണ് ട്രോപ്പോപാസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ അത് രണ്ടും എന്ത് ചെയ്യുക? ഓർത്തു വയ്ക്കുക. അടുത്താണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയർ അതായത് എന്താണ്? ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ വരെ ഉയരം വ്യാപിച്ചിരിക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്? സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ട്രോപ്പോപാസിൽ തുടങ്ങി ഭൂമിയിൽ നിന്ന് ഏകദേശം 50 കിലോമീറ്റർ ഉയരം വരെ വ്യാപിച്ചു കിടക്കുന്നതാണ് സ്ട്രാറ്റോസ്ഫിയർ എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി PSC മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഒരു ചോദ്യമാണിത്. അതായത് ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി താഴെ പറയുന്നവയിൽ ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ 5 ഏതാ? സ്ട്രാറ്റോസ്ഫിയർ ആണ്. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം, ഇതും PSC ചോദിച്ചിട്ടുണ്ട്. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്ന അന്തരീക്ഷ മണ്ഡലം ഏതാന്നുള്ളത്. അതേതാണ്? സ്ട്രാറ്റോസ്ഫിയർ ആണ്. അതായത് സ്ട്രാറ്റോസ്ഫിയറിലെ താഴ്ന്ന ഭാഗങ്ങളിലെ താപനില എന്ന് പറയുന്ന 60 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി ചോദിച്ചു കഴിഞ്ഞാൽ അതും ഏത് തന്നെയാ? നമ്മുടെ ഈ പറയുന്ന സ്ട്രാറ്റോസ്ഫിയറിലാണ്.
ഓസോൺ പാളി സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷ പാളി സ്ട്രാറ്റോസ്ഫിയർ. ജെറ്റ് വിമാനങ്ങൾ സഞ്ചരിക്കുന്നതും സ്ട്രാറ്റോസ്ഫിയറിലൂടെയാണ്. അതേപോലെ തന്നെ തെളിഞ്ഞ അന്തരീക്ഷ സ്ഥിതിയും വായു അറകളുടെ സാന്നിധ്യവും കൊണ്ട് ജെറ്റ് വിമാനങ്ങളുടെ സുഗമ സഞ്ചാരം സാധ്യമാകുന്നു. സ്ട്രാറ്റോസ്ഫിയറിന് മുകളിലുള്ള സംക്രമണ മേഖല അറിയപ്പെടുന്നതാണ് സ്ട്രാറ്റോ പാസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, അന്തരീക്ഷത്തിലെ കാർബൺ ഡൈ ഓക്സൈഡിന്റെ മാറ്റങ്ങൾ രേഖപ്പെടുത്തുന്ന ഗ്രാഫാണ് കീലിംഗ് കർവ് എന്ന് പറയുന്നത്. കീലിംഗ് കർവ് ആവിഷ്കരിച്ചത് ചാൾസ് ഡേവിഡ് കീലിംഗ് ആണ്. ചാൾസ് ഡേവിഡ് കീലിംഗ്. അന്തരീക്ഷത്തിൽ കാണപ്പെടുന്ന പൊടിപടലങ്ങൾ അറിയപ്പെടുന്ന പേരാണ് എറോസോളുകൾ എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളെ വിളിക്കുന്നതാണ് നാക്രിയസ് മേഘങ്ങൾ. അപ്പോൾ നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. നാക്രിയസ് മേഘങ്ങൾ കാണപ്പെടുന്നത്. ഓക്കെ, വസന്തകാലത്ത് അന്റാർട്ടിക്ക ഓസോൺ ശോഷണം നടക്കുന്നതിന്റെ പ്രധാന കാരണക്കാരാണ് നാക്രിയസ് മേഘങ്ങളും അതേപോലെ തന്നെ ക്ലോറോ ഫ്ലൂറോ കാർബണുകളും മറ്റ് മനുഷ്യനിർമ്മിത മലിനീകാരികളും ഒക്കെ എന്ന് പറയുന്നത്. സ്ട്രാറ്റോസ്ഫിയറിൽ കാണപ്പെടുന്ന മേഘങ്ങളാണ് നാക്രിയസ് മേഘങ്ങൾ. ഓർത്തു വച്ചോ, സ്ട്രാറ്റോസ്ഫിയർ, നാക്രിയസ് മേഘങ്ങൾ. ഓക്കെ, ഓസോൺ എന്താണ്? ഓസോൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? 3 ഓക്സിജൻ ആറ്റങ്ങളാൽ നിർമ്മിതമായ ഒരു തന്മാത്രയാണ് എന്തെന്ന് പറയുന്നത്? ഓസോൺ എന്ന് പറയുന്നത്. അപ്പോൾ 3 ഓക്സിജൻ ആറ്റങ്ങളാൽ നിർമ്മിതമായ തന്മാത്രയാണ് എന്തെന്ന് പറയുന്നത്? ഓസോൺ എന്ന് പറയുന്നത്. സൂര്യനിൽ നിന്നും വരുന്ന വിനാശകരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ ആഗീകരണം ചെയ്ത് അന്തരീക്ഷത്തിലെ ഓസോൺ ഭൂമിയെ സംരക്ഷിക്കുന്നു. അപ്പോൾ അന്തരീക്ഷത്തിലെ ഓസോൺ സംരക്ഷിക്കുന്നത് ഭൂമിയെ എന്താണ്? സൂര്യനിൽ നിന്നും വരുന്ന വിനാശകരമായ അൾട്രാവയലറ്റ് കിരണങ്ങളെ എന്ത് ചെയ്യാണ്? ആഗീകരണം ചെയ്യാണ്. പക്ഷേ വായുവിലെ ഓസോൺ എന്ത് ചെയ്യാണ്? ഭൂനിരപ്പിലുള്ള നാം ശ്വസിക്കുന്ന വായുവിലെത്തുമ്പോൾ അത് വിഷമായി മാറുന്നു. ജീവജാലങ്ങൾക്കും അജീവീയ വസ്തുക്കൾക്കും ഇത് പൊള്ളലുകളും അതേപോലെ തന്നെ നാശവും ഉണ്ടാക്കുന്നു. ഓക്കെ, അപ്പൊ അതുകൂടി ഒന്ന് ഓർത്തു വെച്ചോ. ഓക്കെ, ഉയർന്ന തലങ്ങളിൽ, അതായത് സ്ട്രാറ്റോസ്ഫിയറിന്റെ ഉയർന്ന തലങ്ങളിൽ വെച്ച് സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികളെ ആഗീകരണം ചെയ്ത് ഓക്സിജൻ തന്മാത്രകൾ വിഘടിക്കുന്നു. വിഘടിച്ചുണ്ടായ ഓക്സിജൻ ആറ്റം ഓക്സിജൻ തന്മാത്രയായി കൂടിച്ചേർന്ന് ഓസോൺ തന്മാത്രകൾ എന്ത് ചെയ്യുന്നു? ഉണ്ടാകുന്നു. ഓക്കെ, ഉത്തരായന രേഖ അതേപോലെ തന്നെ ദക്ഷിണായന രേഖ ഇടയിലുള്ള ഉഷ്ണമേഖലാ പ്രദേശത്തും മധ്യ അക്ഷാംശ രേഖാ പ്രദേശത്തുമാണ് ഓസോൺ പ്രധാനമായും ഉണ്ടാകുന്നത്. ഇടിമിന്നലും അതേപോലെ തന്നെ കൊടുങ്കാറ്റും ഉണ്ടാകുന്ന സമയത്ത് പ്രകൃതി അന്തരീക്ഷത്തിൽ ചെറിയ അളവിൽ എന്ത് ചെയ്യുന്നു? ഓസോൺ രൂപപ്പെടുന്നു. ഇനി അന്തരീക്ഷത്തിലെ ഓസോൺ അളവ് ഉയരാൻ കാരണം അന്തരീക്ഷത്തിലേക്ക് പുറന്തള്ളപ്പെടുന്ന വ്യാവസായിക വസ്തുക്കളും വാഹനങ്ങളിൽ നിന്നും പുറന്തള്ളുന്ന വസ്തുക്കളും സൂര്യപ്രകാശത്തിന്റെയും ഊഷ്മാവിന്റെയും കൂടെ അന്തരീക്ഷത്തിലെ ഓക്സിജനെ ഓസോണായി രൂപാന്തരപ്പെടുത്തുന്നു. ഇതൊക്കെയാണ് ഏറ്റവും വലിയ കാര്യം. അതേപോലെ ഫോട്ടോ കെമിക്കൽ സ്മോഗിലെ പ്രധാന ഘടകം എന്നറിയപ്പെടുന്നതും ഏത് തന്നെയാണ്? അതും ഓസോൺ ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഓർത്തു വച്ചോ. 1 മാർക്കിനുള്ള സാധനമാണ് അവിടെ ഉള്ളത്. അടുത്താണ് മിസോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് ഭൗമോപരിതലത്തിൽ നിന്നും 50 കിലോമീറ്റർ മുതൽ 80 കിലോമീറ്റർ വരെ ഉയരത്തിൽ കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുന്നത്? മിസോസ്ഫിയർ എന്ന് വിളിക്കുന്നത്. അന്തരീക്ഷത്തിലെ ഏറ്റവും കുറഞ്ഞ താപനിലയുള്ളത് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എവിടെയാണ്? അത് മിസോപാസിലാണ്. ഏറ്റവും താഴ്ന്ന കുറഞ്ഞ താപനിലയുള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ മിസോസ്പാസിലാണ്. ഇനി നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലുസൻ മേഘങ്ങൾ കാണപ്പെടുന്നത് ഒത്തിരി തവണ ചോദിച്ചേക്കണ ചോദ്യമാണ്. നിശാമേഘങ്ങൾ എന്നറിയപ്പെടുന്ന നോക്ടിലുസൻ മേഘങ്ങൾ കാണപ്പെടുന്ന പാളി ഏതാന്ന് ചോദിച്ചാൽ നോക്ടിലുസൻ മേഘങ്ങൾ കാണപ്പെടുന്ന പാളിയാണ് ഏതെന്ന് പറയുന്നത്? നമ്മുടെ മിസോസ്ഫിയർ എന്ന് പറയുന്നത്. ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി. അത്രത്തോളം തവണ എന്ത് ചെയ്തിട്ടുണ്ട്? PSC ഒരു ചോദ്യം മോസ്റ്റ്ലി റിപ്പീറ്റഡ് ആണ് ഈ പറയുന്നത്. അതായത് ഭൂമിയിലേക്ക് പതിക്കുന്ന ഉൽക്കകളിൽ നിന്നും ഭൂമിയെ സംരക്ഷിക്കുന്ന പാളി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും ഏത് തന്നെയാ? മിസോസ്ഫിയർ ആണ്. ഓക്കെ, അടുത്തതാണ് തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. തെർമോസ്ഫിയർ നമുക്കറിയാം മിസോസ്ഫിയറിന് തൊട്ടുമുകളിലും എക്സോസ്ഫിയറിന് താഴെയുമായി കാണപ്പെടുന്ന അന്തരീക്ഷ പാളിയാണ് ഏതെന്ന് പറയുന്നത്? തെർമോസ്ഫിയർ എന്ന് പറയുന്നത്. ഏകദേശം 85 കിലോമീറ്റർ മുകളിലായിട്ടാണ് ഇത് കാണപ്പെടുന്നത്. ഏകദേശം 85 കിലോമീറ്റർ മുകളില്. കാലാവസ്ഥ എന്താണ്? കാലാവസ്ഥ വ്യതിയാനങ്ങൾ നമുക്കറിയാം. അതേപോലെ തന്നെ
സ്ഥലത്തിനനുസരിച്ചുള്ള ഊർജത്തിന്റെ വരവ് എന്നിവയ്ക്കനുസരിച്ച് തെർമോപാസിന്റെ ഉയരം മാറുന്നു. ഇക്കാരണത്താൽ എന്താണ് തെർമോസ്ഫിയറിന്റെ ഉയരം 500 മുതൽ 1000 വരെയാണ് നിലവിൽ കണക്കാക്കുന്നത്. ഓക്കെ, അപ്പോൾ കാലാവസ്ഥ ദിവസങ്ങളുടെ സമയദൈർഘ്യം ദിവസങ്ങളുടെ സമയദൈർഘ്യം എന്നിവയാണ് എന്ത് സ്ഥലത്തിനനുസരിച്ചുള്ള ഊർജത്തിന്റെ വരവ് എന്നിവയ്ക്കനുസരിച്ച് എന്ത് ചെയ്യും, തെർമോപാസിന്റെ ഉയരം മാറുന്നു. ഇക്കാരണത്താൽ തെർമോസ്ഫിയറിന്റെ ഉയരം 500 മുതൽ 1000 വരെ ആകാം എന്ന് പറയുന്നു. ഓക്കെ, അടുത്തത് അയണോസ്ഫിയർ. അതായത് തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് എന്തെന്ന് പറയുന്നത്, അയണോസ്ഫിയർ എന്ന് പറയുന്നത്. അപ്പോൾ തെർമോസ്ഫിയറിന്റെ താഴ്ന്ന ഭാഗമാണ് അയണോസ്ഫിയർ. വൈദ്യുതിയെ കടത്തിവിടുന്ന മേഖലയാണ്. ഓക്കെ, അപ്പോൾ വൈദ്യുതിയെ കടത്തിവിടുന്ന മേഖല, അന്തരീക്ഷത്തിലെ റേഡിയോ തരംഗങ്ങളാണ് ഇത് ഭൂമിയിലേക്ക് തിരിച്ച് പ്രതിഫലിപ്പിക്കുന്നു. അതേപോലെ അറോറ പ്രതിഭാസം കാണപ്പെടുന്നത്, ഓക്കെ, അപ്പോൾ അറോറ പ്രതിഭാസം കാണപ്പെടുന്നത് അയണോസ്ഫിയറിലാണ്. സൂര്യനിൽ നിന്നുള്ള അൾട്രാ വയലറ്റ് വികിരണങ്ങളെ ആഗികരണം ചെയ്ത് അത് അന്തരീക്ഷവാതകങ്ങളെ ആറ്റങ്ങളിൽ നിന്ന് ഇലക്ട്രോൺ നഷ്ടപ്പെടുമ്പോഴാണ് അയോണുകൾ ഉണ്ടാകുന്നത്. ഓക്കെ, അപ്പോൾ അയണോസ്ഫിയറിന്റെ സിദ്ധാന്തം രൂപീകരിച്ച ഇന്ത്യക്കാരൻ ആരാന്ന് ചോദിക്കാം. അത് SK മിത്രയാണ്. ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്ന കൃതി എഴുതിയത് SK മിശ്രയാണ്. അതേപോലെ തന്നെ എന്താണ്, അന്തരീക്ഷത്തിലെ മേൽപ്പാളിയെ പറ്റി ലോകത്ത് എഴുതപ്പെട്ട ആദ്യ ഗ്രന്ഥമാണ് ദി അപ്പർ അറ്റ്മോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. ഓക്കെ, അത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദീർഘദൂര വാർത്താവിനിമയത്തിന് സഹായകരമാകുന്ന ഭാഗമാണ് ഈ പറയുന്ന അയണോസ്ഫിയർ എന്ന് പറയുന്നത്. ഓർത്തു വെച്ചോ. അടുത്തതാണ് എക്സോസ്ഫിയർ എന്ന് പറയുന്നത്. അതായത് അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലെ പാളി എന്നറിയപ്പെടുന്നത് ഏതാണ് എന്ന് ചോദിച്ചാൽ അന്തരീക്ഷത്തിന്റെ ഏറ്റവും മുകളിലത്തെ പാളിയാണ് ഏത്, എക്സോസ്ഫിയർ എന്നറിയപ്പെടുന്നത്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 700 കിലോമീറ്റർ മുകളിൽ കാണപ്പെടുന്ന ഈ ഭാഗം ചന്ദ്രനിലേക്കുള്ള ദൂരത്തിന്റെ പകുതി ഭാരം വരെ വ്യാപിച്ചു കിടക്കുന്നു. ബഹിരാകാശത്തിന്റെ തുടക്കം എന്നറിയപ്പെടുന്ന പാളി ഏതാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരവും തന്നെയാണ്, നമ്മുടെ എക്സോസ്ഫിയർ ആണ്. ആറ്റങ്ങളും തന്മാത്രകളും, ഓക്കെ, ആറ്റങ്ങളും അതേപോലെ തന്നെ തന്മാത്രകളും ഇവിടെ വളരെ അകന്നാണ് കാണപ്പെടുന്നത്. ആറ്റങ്ങളും തന്മാത്രകളും വളരെ അകന്ന് കാണപ്പെടുന്നു. ബഹിരാകാശ വാഹനങ്ങളുടെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയങ്ങളുടെയും സഞ്ചാരപഥം എക്സോസ്ഫിയറിന്റെ മധ്യഭാഗം മുതൽ മുകൾ ഭാഗം വരെയുള്ള മേഖലയായിട്ട് കാണപ്പെടുന്നു. അപ്പോൾ ബഹിരാകാശ വാഹനങ്ങളുടെയും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയങ്ങളുടെയും സഞ്ചാരപഥം എക്സോസ്ഫിയറിന്റെ മധ്യഭാഗം മുതൽ മുകൾ ഭാഗം വരെ മേഖലയിലാണ് വ്യാപിച്ചു കിടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഏതിൽ പഠിക്കാനുള്ളൂ, ജോഗ്രഫിയിൽ. ഈ ഒരു പോർഷനിൽ നമുക്ക് അന്തരീക്ഷവും അന്തരീക്ഷത്തിലെ പാളികൾ എന്നറിയപ്പെടുന്ന 5 പാളികളെ കുറിച്ചും നമ്മൾ ഇപ്പോൾ പറഞ്ഞു പോയിട്ടുണ്ട്. മോസ്റ്റ്ലി നമ്മൾ എല്ലാ ചോദ്യങ്ങളിലൂടെയും കറങ്ങിയാണ് പോയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരു കാരണവശാലും ഒരു കൺഫ്യൂഷനിലേക്ക് പോകത്തില്ല. അപ്പോൾ മക്കളെ ഇത് മൊത്തമായിട്ട് കണ്ടതിന് ശേഷം നേരെ ടെലഗ്രാമിലേക്ക് പോരെ. ടെലഗ്രാമിൽ വന്നതിന് ശേഷം നോട്ടൊന്ന് വായിക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, വൈകുന്നേരം കൃത്യം 9 മണിക്ക് ഈ ഒരു നമ്മുടെ ക്ലാസ്സുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ ബോൾ ഉണ്ടായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻ ബോളിലും എന്ത് ചെയ്യുക, ഒന്ന് അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഈ ഒരു പോർഷൻ കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ഓക്കെ ആയിരിക്കും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ നിങ്ങൾക്ക് സമയം കിട്ടുന്ന പോലെ ഇതൊന്ന് റിവിഷൻ ചെയ്യുകയോ വായിക്കുകയോ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വീക്കിലി നമ്മുടെ ആ റിവിഷനിലൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, പങ്കെടുക്കാനായിട്ട് കൂടി ശ്രമിക്കുക. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, പഠിച്ച കാര്യങ്ങൾ വീണ്ടും വീണ്ടും റിവിഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അത് തന്നെയാണ് നമുക്ക് നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇന്ന് ഇത്രയൊക്കെയാണ് കാര്യങ്ങൾ നമുക്കുള്ളൂ. അപ്പോൾ നിങ്ങളുടെ സജഷൻ എന്താണെന്നുള്ളത് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് അടിക്കുക. അതേപോലെ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.